ഈശോയിൽ പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് അച്ഛൻ വന്നിരിക്കുന്നത് അച്ഛൻ വായിച്ച ഒരു പുസ്തകം, നമ്മുടെ ബിജു ഇമ്മാക്കുലേറ്റ് മേരി ബ്രദറിൻ്റെ പുസ്തകത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഞാൻ വായിച്ചിട്ടുള്ള ആത്മീയ പുസ്തകങ്ങളിൽ ഏറ്റവും നല്ല 10 പുസ്തകങ്ങൾ എടുക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പുസ്തകം അതിലൊന്നായിട്ടുണ്ടാകും. കാരണം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതെന്താണെന്നും അതിലേക്ക് എങ്ങനെയാണ് നാം അടുക്കേണ്ടതെന്നും നമ്മളെ പഠിപ്പിക്കുന്ന, പ്രായോഗിക കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്ന, സ്നേഹത്തിനു വേണ്ടിയുള്ള, സ്നേഹത്താൽ സ്നേഹത്തിനു വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകമാണിത്. ഇതിൻ്റെ പേര് തന്നെ സ്നേഹത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ എന്നാണ്. അപ്പോൾ ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ആദ്യത്തെ അധ്യായം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തും. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: തലക്കെട്ട്, ക്രിസ്ത്യാനി ആയാൽ പോരാ, ക്രിസ്തുവാകണം. സത്യത്തിൽ എൻ്റെ ചിന്താധാരയെ തന്നെ മാറ്റിമറിച്ച ഒരു കാര്യമാണ്. നല്ല ഒരു വിശുദ്ധനാകണമെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്രിസ്തുവായി മാറണമെന്നൊരു ചിന്ത പലപ്പോഴും എൻ്റെ ഉള്ളിൽ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറേണ്ടത് എന്ന് ബിജുചേട്ടൻ വളരെ വ്യക്തമായിട്ട് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്ന്. അപ്പോൾ ആ പരിപൂർണത അത് നമ്മൾ കണ്ടത് ഈശോയിലാണ്. അപ്പോൾ ഈശോയുടെ പരിപൂർണത നമ്മളും പ്രാപിക്കണം എന്നാണ് ഈശോ ആഗ്രഹിക്കുന്നതെന്ന് ബിജുചേട്ടൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നു. ഈശോയുടെ പരിപൂർണത എന്താണത്? അത് അവിടുത്തെ അത്ഭുതങ്ങളൊന്നുമല്ല, മറിച്ച് അവിടുത്തെ സ്നേഹമായി. ഇത് തന്നെയാണ് നമ്മുടെ വിളിയെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് സഭ ഫ്രാൻസിസ് അസീസിയെ 2-ാം ക്രിസ്തു എന്ന് വിളിച്ചപ്പോൾ, പാദ്രി പിയോയെ 3-ാം ക്രിസ്തു എന്ന് വിളിച്ചപ്പോൾ. അപ്പം നമ്മുടെ ലക്ഷ്യം വിശുദ്ധനാകാനോ വിശുദ്ധയാകാനോ അല്ല, മറിച്ച് മറ്റൊരു ക്രിസ്തുവായി തീരാനാണ് എന്നുള്ളതാണ്. 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്നേഹിച്ച് ഇമ്മാനുവേലായിത്തീരണം. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ എന്നാണല്ലോ അർത്ഥം. അപ്പോൾ എങ്ങനെയാണ് ഇമ്മാനുവേലാവുക? നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മുടെ സാന്നിധ്യം ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് ഫീൽ ചെയ്യണം. അതാണ് ബിഷപ്പ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. മറ്റുള്ളവർക്ക് ദൈവത്തെ അനുഭവിക്കാനുള്ള ഒരു മാധ്യമമായി ഞാൻ മാറണം. എന്തുകൊണ്ടാണ് സ്നേഹപരിപൂർണത നമ്മൾ ലക്ഷ്യം വയ്ക്കണമെന്ന് പറയുന്നത്? അതാണ് 3-ാമത്തെ അധ്യായത്തിൽ. മറ്റൊന്നും കൊണ്ടല്ല, ദൈവം പരിപൂർണനായതുകൊണ്ട് ദൈവത്തിൽ ഐക്യപ്പെടണമെങ്കിൽ, ദൈവവുമായിട്ട് ഒന്നു ചേരണമെങ്കിൽ ഈ പരിപൂർണത ആവശ്യമാണ്. ഈ പരിപൂർണത എന്ന് പറയുന്നത് മനുഷ്യൻ അവൻ്റെ പ്രയത്നം കൊണ്ട് നേടുന്നതല്ല, മറിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നു, ദൈവം കൃപയാൽ നമുക്കത് ദാനമായി നൽകുന്നു. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: നമ്മൾ ആഗ്രഹിക്കുക, സ്നേഹപൂർണതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക. 4-ാം അധ്യായത്തിൽ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട്. നമ്മൾ പല പ്രവൃത്തികളും ചെയ്യുന്നത് പല ലക്ഷ്യത്തോടെയാണ്. ആത്മീയ പ്രവൃത്തികൾ പോലും സ്നേഹമല്ലാതെയുള്ള ലക്ഷ്യത്തോടെ നമുക്ക് ചെയ്യാം. പക്ഷേ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും സ്നേഹത്തോടെ ചെയ്യാൻ, സ്നേഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അവിടെയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം ധന്യമായി തീരുന്നത്. ഈശോ അന്ത്യവിധിയിൽ പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കുന്നവരുടെ കൂടെ ഉള്ള അടയാളങ്ങൾ അതൊക്കെ പ്രവർത്തിച്ചവരെ പോലും ഞാൻ അറിയുന്നില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. കാരണം സ്നേഹിച്ചോ ഇല്ലയോ, അതാണ് അന്ത്യവിധിയിലെ മുഖ്യമായ ചോദ്യം വരുന്നത്. പലപ്പോഴും നമ്മുടെ മാനസാന്തരം അത്ര പൂർണ്ണമാകുന്നില്ല എന്ന് ബിജുചേട്ടൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ദൈവത്തെ പേടിച്ച് പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥ മാറിയിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, സഹോദരങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥ വരണം. പിന്നെ വീണ്ടും സ്നേഹപരിപൂർണത നമ്മൾ പ്രാപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, നമുക്ക് ശത്രുക്കൾ ഇല്ലാതാകും. അതാണ്, ഒരു ശത്രുവ് പോലും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ഉള്ളിൽ ദേഷ്യമോ വെറുപ്പോ ഒന്നും ഇല്ലാതാവും. കാരണം എന്താണ്? സ്നേഹിക്കുന്ന ഒരാളിൽ വൈരാഗ്യമില്ല, ദേഷ്യമില്ല. കാരണം എന്താ? ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ, വൈരാഗ്യം നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹപരിപൂർണതയായിട്ടില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള ഉയർച്ച അവിടെ സംഭവിക്കും. നമ്മുടെ വ്യക്തിത്വം കൂടുതൽ ശോഭനമാണ്.
സ്നേഹത്തിൻ്റെ ദിവ്യമായ മറ്റൊരു ചിന്തയെന്ന് പറയുന്നത്, സ്നേഹത്തിൻ്റെ ദിവ്യരഹസ്യമെന്ന് പറയുന്നത്, ദൈവത്തെ മാത്രം സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ സ്നേഹം യഥാർത്ഥമാണെങ്കിൽ അത് പരസ്നേഹമായി രൂപാന്തരപ്പെടുമെന്ന് വിശുദ്ധ ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തി ബിച്ചേട്ടൻ ഒരു അധ്യായം എഴുതിയിരിക്കുകയാണ്. അത് 6-ാമത്തെ അധ്യായമാണ്, സ്നേഹത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളെന്ന അധ്യായം. അപ്പോൾ അതിനകത്ത് വളരെ മനോഹരമായൊരു ചിന്തയുണ്ട്. ആ ചിന്ത ഇതാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശ ദൈവത്തെ കാണാനായിട്ട് ചെല്ലുമ്പോൾ മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ ചെരുപ്പഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ മുൾപടർപ്പിലാണ്, ആളിക്കത്തുന്ന അഗ്നിയിലാണ് ദൈവത്തെ മോശ ദർശിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോകുമ്പോൾ ചെരുപ്പ് ധരിക്കരുതാണ്. അർത്ഥം ഇത്രയേ ഉള്ളൂ. സുവിശേഷം പ്രഘോഷിക്കാൻ പോകുമ്പോൾ നിങ്ങൾ വലിയ ആൾക്കാരാണെന്നും പറഞ്ഞ് പോകരുത്. ദൈവത്തെ പോലെ തന്നെ ബഹുമാനത്തോടെ കാണണം നിങ്ങളുടെ ശ്രോതാക്കളെയും. അതാണ് ചെരുപ്പഴിച്ചു മാറ്റുക. നിൻ്റെ ഉള്ളിലുള്ള എല്ലാ അഹംബോധത്തെയും അഴിച്ചു മാറ്റുക. ഞാനെന്ന ഭാവത്തെ അഴിച്ചു മാറ്റി, പ്രാർത്ഥനക്കാരെന്ന ഭാവത്തെയൊക്കെ അഴിച്ചു മാറ്റി മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണണമെന്ന് ബിച്ചേട്ടൻ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ബിച്ചേട്ടൻ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഈശോയെ എനിക്കൊരു സ്നേഹ ഹൃദയം നൽകണമേ എന്ന്. നമ്മൾ ഈശോയോട് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ടല്ലോ. അതിൽ പറയുന്നൊരു കാര്യമാണ്, എനിക്കൊരു സ്നേഹ ഹൃദയം നൽകണമേ. ആ പ്രാർത്ഥന വലിയ ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കുറേ പ്രാർത്ഥനകളായിട്ട് ബിച്ചേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഈശോയെ, സ്നേഹത്തിനായുള്ള തീവ്രമായ ദാഹം എനിക്ക് തരണമേ, എല്ലാവരെയും എപ്പോഴും പൂർണ്ണമായി സ്നേഹിക്കാനുള്ള കൃപ തരണമേ, സ്നേഹിക്കാനുള്ള പുതിയ പുതിയ രീതികൾ എന്നെ അഭ്യസിപ്പിക്കണമേ എന്ന് പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ ഇത് പറയുന്നുണ്ട്. അതൊരു വലിയ ഒരു ധ്യാന വിഷയമാണ്. പിന്നെ ഈ സ്നേഹത്തിലേക്ക് വളരണമെങ്കിൽ നമ്മളിൽ ചില ത്യാഗങ്ങൾ ആവശ്യമുണ്ട് എന്ന് ബിജുചേട്ടൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കാരണം ഈശോയ്ക്ക് മുന്നോടിയായി സ്നാപക യോഹന്നാൻ വന്നു. സ്നാപക യോഹന്നാൻ ത്യാഗത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈശോ അങ്ങനെ സ്നാപക യോഹന്നാൻ ചെയ്തതുപോലെയുള്ള ത്യാഗപ്രവൃത്തികൾ ചെയ്തതായിട്ട് കാണുന്നില്ല. ഇവിടെ ബിച്ചേട്ടൻ പറയുന്നത് ഇതാണ്, നമ്മൾ സ്നേഹത്തിലേക്ക് വളരാൻ ചില ത്യാഗപ്രവൃത്തികൾ, സ്നാപകൻ വന്നാലേ ഈശോ വരൂ. ഈശോ എന്ന് പറയുന്നത് പരിപൂർണ്ണ സ്നേഹം. ആ സ്നേഹം നമ്മിൽ രൂപപ്പെടണമെങ്കിൽ നമ്മൾ നമ്മുടെ പാപത്തെ നിഗ്രഹിക്കാൻ, നമ്മളുടെ ജഡികതയെ ഇല്ലായ്മ ചെയ്യാൻ, നമ്മുടെ ഈഗോയെ ഇല്ലായ്മ ചെയ്യാൻ ചില തപശ്ചര്യകളിലൂടെ കടന്നു പോകണം എന്ന് ബിച്ചേട്ടൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ വീണ്ടും സ്നേഹത്തിൻ്റെ പാതയിൽ അതൊരു പരിശീലനമാണെന്ന് ബിച്ചേട്ടൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു അധ്യായത്തിൽ. എങ്ങനെയാണ് എനിക്കൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുക? ആ വ്യക്തിയുടെ കണ്ണിൽ നോക്കി സംസാരിക്കാം, നമുക്കൊത്തിരി അടുപ്പമുള്ള വ്യക്തിയാണെങ്കിൽ തോളയിലൊന്ന് തട്ടാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം സ്നേഹം ജീവിക്കാനുള്ള പ്രായോഗിക വഴികൾ ബിച്ചേട്ടൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വീണ്ടും ഒരു മനുഷ്യനെയും വിധിക്കരുതെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. വിധിക്കുന്ന മനോഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായെങ്കിൽ നമുക്ക് സ്നേഹിക്കാനാവില്ല എന്ന് അതിൻ്റെ കാരണങ്ങൾ നിരത്തി ബിജുചേട്ടൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വീണ്ടും അടുത്ത ഒരു അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ബിജുചേട്ടൻ നമ്മളോട് നമ്മുടെ ധ്യാനത്തെ ക്ഷണിക്കുന്നത് സ്നേഹപരിപൂർണതയിലാണ് കരുണ രൂപപ്പെടുന്നത് എന്നൊരു സത്യത്തിലേക്കാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഭാവമാണ് കരുണ. കരുണയുടെ മനുഷ്യാവതാരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് നാം സ്നേഹത്തിൽ എത്തി കരുണ പ്രവർത്തിക്കുന്നവരായി മാറണം എന്ന് ബിച്ചേട്ടൻ നമ്മളെ ഓർമ്മിപ്പിക്കുക. കാരുണ്യമില്ലാത്ത ഒരാൾക്ക് ക്രൈസ്തവനായിരിക്കാൻ കഴിയില്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. അതൊരു വലിയ ഒരു ചിന്തയാണ്. കരുണയെന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ നാം കൊണ്ടുവരുന്ന സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. പരസ്നേഹത്തെക്കുറിച്ച് പിന്നെ ഒത്തിരി കാര്യങ്ങൾ ബിച്ചേട്ടൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? പരസ്നേഹം, അതായത് ഈ സ്നേഹത്തിലേക്ക് വളരുമ്പോൾ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും ശരീരം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടും. 1, നമ്മുടെ കണ്ണ് പൂർണ്ണമായിട്ടും വിശുദ്ധീകരിക്കപ്പെടണം. 2, നമ്മുടെ നാവ്, വായ്, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ, നമ്മുടെ നോട്ടം. 3-മതായിട്ട് നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം. കാരണം ഒത്തിരി മുറിവുകൾ ഉള്ളിൽ വഹിക്കുന്നവരാണ് നമ്മളൊക്കെ, സ്നേഹം കിട്ടാത്തതിൻ്റെ. അപ്പം ഹൃദയം ഒന്ന് വിശുദ്ധീകരിക്കപ്പെടണം. 4-മതായിട്ട് നമ്മുടെ കൈകൾ വിശുദ്ധീകരിക്കപ്പെടണം. 5-മതായിട്ട് നമ്മുടെ ലൈംഗിക അവയവം അല്ലെങ്കിൽ ആ അവയവവും വിശുദ്ധീകരിക്കപ്പെടണം. അവിടെയെല്ലാം കൃപ നിറയണം. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ദൈവകൃപ നിറഞ്ഞാലേ നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു അരൂപിയിലേക്ക് വരികയുള്ളൂ. സ്നേഹപരിപൂർണത പ്രാപിക്കണമെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് വലിയ പങ്കുണ്ട് എന്ന് ബിജുചേട്ടൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്.
ഈശോയെ സ്നേഹിക്കുന്നുണ്ട് അനേകർ, പക്ഷെ സ്നേഹത്തിലേക്ക് തിരിയുന്നില്ല. അത് മറ്റു പല ലക്ഷ്യങ്ങൾ കൊണ്ട് നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് എന്നുള്ള ആ ഒരു കാര്യങ്ങൾ സാധാരണ മനുഷ്യരുടെ ആത്മീയതയിൽ നിന്നും ഉയർന്നൊരു ആത്മീയതയിലേക്ക് നമ്മൾ വളരണമെന്നാണ് വിശുദ്ധനോടെ ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹിക്കപ്പെടാത്തവർക്ക് സ്നേഹിക്കാൻ കഴിയുകയില്ല എന്ന ഒരു മാനസിക തത്വത്തെക്കുറിച്ചും ആഴത്തിൽ വിശേഷൻ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ സ്നേഹപരിപൂർണതയ്ക്കുള്ള ചില തടസ്സങ്ങൾ, അത് ചില തടസ്സങ്ങൾ പുണ്യ തടസ്സങ്ങൾ തന്നെയാണ്. ആ തടസ്സങ്ങളെക്കുറിച്ചും വളരെ വളരെ വിപുലമായിട്ട് വിശേഷം എഴുതിയിട്ടുണ്ട്. കാരണം നമ്മളത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയത് വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പിന്നെ ശുദ്ധത എന്ന പുണ്യത്തെക്കുറിച്ച്, സ്നേഹവും ശുദ്ധതയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ സ്നേഹം എല്ലാം സഹിക്കുന്നുവെന്നൊരു ചിന്ത ഈ സഹനത്തെക്കുറിച്ച്, അതായത് ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തെ ത്യാഗം, സ്നേഹം, സഹനമെന്ന ആ ഒരു ത്രിത്വ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരികയാണ്. സ്നേഹം സഹിക്കുന്നു. നമ്മുടെ സഹനങ്ങളെ സ്നേഹത്തിൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് വിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും സ്നേഹപരിപൂർണത പ്രാപിക്കാമെന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടാകണമെന്നാണ്. സ്നേഹജീവിതം നയിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക? വെറുതെ ഒന്ന് ചിന്തിച്ചാൽ, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും പരസ്പരം ആഴമേറിയ സ്നേഹത്തിലാണെങ്കിൽ ആ കുടുംബത്തിൽ എല്ലാ ഐശ്വര്യവും ഉണ്ടാകത്തില്ലേ? ഒരു സന്യാസ സമൂഹത്തിലാണെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ, ഒരു ഇടവകയിലാണെങ്കിൽ എന്ത് കിട്ടുമെന്ന ചോദ്യത്തിന് എല്ലാം കിട്ടും എന്നുള്ളതാണ്. സുവിശേഷവൽക്കരണം എന്ന വാക്ക് സ്നേഹവൽക്കരണമായി മാറണം. അങ്ങനെ സൽപ്രവർത്തികളുടെ എല്ലാം ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സഹോദരങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ദൈവഹിതം നിറവേറ്റലാണ് സ്നേഹമെന്നും സ്നേഹാഭിഷേകം സഭയിൽ പരക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുമെല്ലാം പിച്ചേട്ടൻ പറഞ്ഞു വയ്ക്കുകയാണ്. സ്നേഹമെന്ന് പറയുന്നത് യുഗാന്ത്യ സഭയ്ക്ക് കിട്ടുന്ന വലിയൊരു അഭിഷേകമാണെന്നും പിച്ചേട്ടൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതം നവീകരിക്കപ്പെടണമെങ്കിൽ സ്നേഹം തന്നെയായ ഈശോയുടെ അടുക്കിലേക്ക് തിരിഞ്ഞ് ആ സ്നേഹത്തിൽ നമ്മളെ തന്നെ നവീകരിക്കണമെന്ന് പിച്ചേട്ടൻ നമ്മളെ ഓർമ്മിപ്പിക്കുക. നമ്മുടെ ബലഹീനതകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, നമ്മുടെ മാനസിക മുറിവുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ജീവിത പ്രശ്നങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിപ്പിലൂടെ നമ്മിലേക്ക് കടന്നു വരുന്ന സ്നേഹത്തെ ഓർത്ത് പിച്ചേട്ടൻ നമ്മളെ ശരിക്കും ധ്യാനിപ്പിക്കുകയാണ്. എന്തായാലും ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഇത്രയും പറഞ്ഞു. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ പുസ്തകം വാങ്ങണം. ഓരോ കുടുംബത്തിലും എന്നതല്ല, ഓരോ വ്യക്തിയും, ക്രൈസ്തവനായിരിക്കുന്ന ഓരോ വ്യക്തിയും ഈ പുസ്തകം വാങ്ങണം. ഈ പുസ്തകത്തിലെ ഓരോ വരിയിലൂടെയും വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ സ്നേഹോന്മുഖമാകട്ടെ, ദൈവോന്മുഖമാകട്ടെ, ജീവിതം നിത്യതയുമായി ബന്ധപ്പെടട്ടെ.